നമ്മുടെ ലോകേഷ് അണ്ണൻ ഇപ്പോൾ ഭയങ്കര കഷ്ടകാലമാണ്. ആദ്യം അമീർ ഖാനുമായിട്ടുള്ള പ്രോജക്റ്റ് ഡ്രോപ്പ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏതാ രജനികാന്ത് നമ്മുടെ കമലഹാസനുമായിട്ടുള്ള പ്രോജക്റ്റും ഡ്രോപ്പ് ആയിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ LCUവിൽ തന്നെ മെയിൻ പടമായ കൈദിയുടെ 2ാം ഭാഗത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതും ഡ്രോപ്പായ എൻ്റെ പൊന്നു മക്കളെ LCU ചത്ത്. ഇനിയുള്ള ഒരു അപ്ഡേറ്റ് ബെൻസിൻ്റെ കാര്യത്തിലാണ്. അതൊരു തീരുമാനമാക്കിയിരുന്നേ കൊള്ളായിരുന്നു. ഇനി ലോകേഷ് അണ്ണൻ തിരിച്ചു വരണമെങ്കിൽ ആ ഷോർട്ട് ഫിലിം ഇറക്കിയേ പറ്റത്തുള്ളൂ മക്കളെ. നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും ചാക്കോച്ചനും ഒരുമിച്ചെത്തുന്ന മൾട്ടി സ്റ്റാർ സിനിമയാണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമ. തൽക്കാലം സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത് പാട്രിയോട്ട് എന്നാണ്. സിനിമ ഭാഗത്തു നിന്ന് ചെറിയൊരു അപ്ഡേറ്റ് പുറത്ത് വന്നിട്ടുണ്ട്. സിനിമയുടെ ടീസറാണ്. ഇവർ ഒക്ടോബർ മാസം 2-ാം തീയതി പുറത്തു വിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറക്കിയാൽ കൊള്ളായിരുന്നു. പേഴ്സണലി ഞാൻ പറയുവാണ്, ഞാൻ ആദ്യമായിട്ടാണ് പവൻ കല്യാണിൻ്റെ ഒരു പടം ഫസ്റ്റ് ഡേ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒരു പോസിറ്റീവ് റിവ്യൂസ് കിട്ടുന്നത്. അതും കേരളത്തിൽ റിലീസിനെത്തിയിട്ട്. അത് മെയിനായിട്ട് പറയുന്നത് തമൻ്റെ മ്യൂസിക് ഒരു രക്ഷയിലാണ് എല്ലാവരും പറയുന്നത്. പിന്നെ ക്ലീശയായിട്ടുള്ള ഓരോ രംഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവരെടുത്തിരിക്കുന്ന രീതി സുജിത്ത്, അതായത് സാഹോയുടെ ഡയറക്ടറാണ് ഈ ഒരു പടം എടുത്തിരിക്കുന്നത്. പുള്ളിക്കാരൻ ചെയ്തു വെച്ച രീതി പൊളിയാന്നാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോൾ ഷോ കൗണ്ട്സ് എല്ലാം കൂട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഡേ 100 കോടിക്ക് മേലെ കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് ജസ്റ്റ് ഒരു പ്രൊമോഷൻ ഫിഗർ ആവാനേ ചാൻസ് ഉള്ളൂ. ഒറിജിനൽ എന്തായാലും അവർ പുറത്തിറക്കും. സെയിം സിറ്റുവേഷൻ നമ്മുടെ ബാലയേര ദാക്കു മഹാരാജക്ക് പോസിറ്റീവ് റിവ്യൂസ് കിട്ടിയ പോലെ തന്നെ ഉണ്ട്.